നമസ്കാരമുണ്ട്. നമ്മുടെ ഈ വണ്ടി അർബാനിയ 16 സീറ്റാണ്. ഓപ്പണിങ് നമുക്ക് സ്ലൈഡിങ് ഡോറാണ് അവർ കൊടുത്തിരിക്കുന്നത്, കസ്റ്റമേഴ്സിന് ഈസി ടു എൻട്രി ഒക്കെ കൊടുക്കാൻ വേണ്ടി. അതുപോലെ നമുക്ക് 16 സീറ്റിൻ്റെ 12 സീറ്റ് പുഷ് ബാക്കും, ബാക്കിൽ 4 സീറ്റ് വരുന്നത് നോൺ പുഷ് ബാക്കുമാണ്. നമുക്ക് നല്ല സ്പീഷ്യസ് ആയിട്ട് ഉള്ള ഗ്യാപ്പുകളുണ്ട്. പിന്നെ എ സി വരുന്നത് നമ്മുടെ ബെർത്ത് എ സി സിസ്റ്റമാണ്. അതുപോലെ ചാർജർ ഓൺ സൈഡ് USB ടൈപ്പ് ചാർജിങ് സിസ്റ്റം ഉണ്ട് സീറ്റോട് ചേർന്നിട്ട്. എ സിയുടെ വെൻറ്റുകളൊക്കെയും ബെർത്തിലാണ്. പിന്നെ അതുപോലെ റീഡിങ് ലൈറ്റ്സ് ഉണ്ട്, സെപ്പറേറ്റ് ലൈറ്റ്സാണ്. പിന്നെ നമുക്ക് വിഷ്വൽ ഫുൾ ഫ്രീ ആണ്. കർട്ടൻസ് സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ലോക്ക് സിസ്റ്റമാണ്, അത് ലോക്ക് ചെയ്തിടാം. നമുക്ക് ആവശ്യമുള്ളവർക്ക് ക്ലോസ് ആക്കി ഇടാനുള്ള ഓപ്ഷനിലാണ് നമ്മൾ കർട്ടൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാബിൻ ഒരു TV വരുന്നുണ്ട് ക്യാബിന് മുന്നായിട്ട്. പിന്നെ മിക്സർ സിസ്റ്റം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൈക്കൊക്കെയും പാട്ട് പാടി എൻജോയ് ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് പോകാനുള്ള മൈക്ക്, വയർലെസ് മൈക്കാണ്, ബ്ലൂടൂത്ത് മൈക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ചെറിയ സ്റ്റീരിയോ സിസ്റ്റം ഫ്രണ്ടിലാണ് വരുന്നത്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് മ്യൂസിക്കും പ്ലേ ചെയ്യാനും ഉള്ള എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. ഈ സീറ്റ് നമുക്ക് പുഷ് ബാക്കാണ്. അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിക്ക്, ഒരു 2-3 ഗ്രൂപ്പ് ഫാമിലിക്ക് നല്ല രീതിയിൽ കംഫർട്ടിൽ യാത്ര ചെയ്യാനുള്ള സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. എയറോഡൈനാമിക് സസ്പെൻഷനാണ് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ. അതുപോലെ സീറ്റ് പുഷ് ബാക്ക്, സെമി സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലുള്ള ആൾ ഫുള്ള് താഴ്ത്തിയിലും പിന്നിലും നമുക്ക് ഗ്യാപ്പ് സിസ്റ്റം ഉണ്ട്. അതുപോലെ ഡിക്കി ലഗേജ് സ്പേസ് വരുന്നത് നമുക്ക് സീറ്റ് 3 ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു സ്പീഷ്യസ് ആയിട്ട് ലഗേജ് ഫാമിലിക്ക് കൊണ്ടുപോകാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഇതിൻ്റെ അടിയിലേക്ക് ഫ്രണ്ടിലും കുറച്ച് സ്പീഷ്യസ് ആയിട്ടുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവിടേക്കും നമുക്ക് വെക്കാനുള്ള സ്ഥലം ഉണ്ട്. അത് ഉള്ളിൽ നിന്ന് എടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ലഗേജ് ഇവിടെ ചെറിയ ക്യാബിൻ്റെ നമ്മുടെ